ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന മലയാളികളെ ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ മലയാളി സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയനിലുള്ള 12 പ്രൊവിൻസുകൾ കൂടിച്ചേർന്ന് നടത്തുന്ന കൾച്ചറൽ ഫെസ്റ്റ് മഴവില്ല് 2025 സീസൺ 5 ഡിസംബർ 14 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ അജ്മാൻ കൾച്ചറൽ സെന്ററിൽ വെച്ച് നടത്തപ്പെടുകയാണ്. മഴവില്ലിൻ്റെ 7 നിറങ്ങളെ പോലെ 7 മത്സരങ്ങൾ ഉൾപ്പെടുത്തി ഒരു ദിവസം മുഴുവൻ നടത്തുന്ന ആവേശോജ്വലമായ ആഘോഷത്തിൽ ഏകദേശം 1500-ന് മുകളിൽ ആളുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഴവില്ല് 2025 ബ്രോഷർ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി, NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോണിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി, മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് ഷൈൻ ചന്ദ്രസേനൻ, മിഡിൽ ഈസ്റ്റ് സെക്രട്ടറി ഡോക്ടർ ജെറോ വർഗീസ്, മിഡിൽ ഈസ്റ്റ് ട്രഷറർ മനോജ് മാത്യു, മഴവില്ല് ജോയിന്റ് ജനറൽ കൺവീനർമാരായ ജിതിൻ, ഉണ്ണികൃഷ്ണൻ, ബെറ്റി, ജെയിംസ്, ശരണ്യ എന്നിവർ പങ്കെടുത്തു. ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി സാർ ഈ ബ്രോഷർ നൽകിക്കൊണ്ട് മഴവിൽ 2025 സീസൺ 5 അതിൻ്റെ ബ്രോഷർ പ്രകാശനം നടക്കുകയാണ്. വേൾഡ് മലയാളി കൗൺസിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ. മലയാളികളുടെ ഉന്നമനം, കേരളത്തിൻ്റെ ഉന്നമനം, ഇതാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ലക്ഷ്യം. ഏകദേശം 30 വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഓർഗനൈസേഷന് 6 റീജിയനുകളുണ്ട്. അതിലേറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റ് റീജിയൻ്റെ മഴവിൽ എന്നുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ വരുന്ന സൺഡേ അജ്മാനിൽ വെച്ച് നടത്തപ്പെടുന്നത്. ഏറ്റവും എല്ലാ പ്രൊവിൻസുകളിൽ നിന്നും വളരെയേറെ പാർട്ടിസിപ്പേഷൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ് മഴവില്ല്. എല്ലാ മെമ്പേഴ്സും, ഏകദേശം 1200 മെമ്പേഴ്സ് അടങ്ങുന്ന ഈ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ അതിൻ്റെ ശക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ് മിഡിൽ ഈസ്റ്റ് റീജിയൻ്റെ ഈ മഴവില്ല്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് റീജിയൻ വേൾഡ് മലയാളി കൗൺസിലിന് ഗ്ലോബൽ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ്. അതിലേറ്റവും പ്രധാനമായിരുന്നു കഴിഞ്ഞ ഗ്ലോബൽ കോൺഫറൻസിൽ 5 വീടുകൾ നിർമ്മിച്ച് നൽകി. മിഡിൽ ഈസ്റ്റ് റീജിയൻ്റെ വകയായിട്ട് 5 വീടുകൾ നിർമ്മിച്ച് നൽകി. മുഖ്യമന്ത്രി അത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കോൺഫറൻസ് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അതിൻ്റെ താക്കോൽ ദാനം നടത്തി. അതുപോലെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഗാന്ധി ഭവനുമായിട്ട് ചേർന്നിട്ട് ഫിലാഡൽഫിയ പ്രൊവിൻസ് 25 പെൺകുട്ടികളുടെ വിവാഹം നടത്തി. നിർധനരായ 25 പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി. അത് ഏറ്റവും വലിയ, അതായത് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു വേദി ഒരുക്കി അവർക്ക് സ്വർണവും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകി. വേൾഡ് മലയാളി കൗൺസിൽ വളരെ, അതായത് സാമൂഹ്യ നന്മയെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഞങ്ങളുടെ ഗ്ലോബൽ കോൺഫറൻസ് ഡാലസിൽ വെച്ചാണ് നടക്കുന്നത്. അത് 2026 ഓഗസ്റ്റ് മാസത്തിലാണ് നടത്തപ്പെടുന്നത്. അതിനെല്ലാവരെയും ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേൾഡ് മലയാളി കൗൺസിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഏക ഒരു പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഇതിൻ്റെ ലോഗോ പേറ്റൻറ്റും ഇതിൻ്റെ സർട്ടിഫിക്കേഷനും രജിസ്ട്രേഷനും സ്വന്തമായുള്ള ഓർഗനൈസേഷനാണ് ഞങ്ങളുടേത്. ഡോക്ടർ PA ഇബ്രാഹിം ഹാജി ചെയർമാനായി നിന്ന് പ്രവർത്തിച്ച ഈ ഓർഗനൈസേഷൻ ഇന്നും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ അതിൻ്റെ മഴവില്ലെന്ന പരിപാടിയുടെ ബ്രോഷറാണ് ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ബ്രോഷർ സ്വീകരിച്ചതിൽ എനിക്കധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ലോക കേരള സഭാംഗവും ധന്യ ദിവ്യ സ്പെയർ പാർട്സിൻ്റെ ഓണറുമായ ജോൺ സാൻഡ്രയിൽ നിന്നാണ് ഈ ബ്രോഷർ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. മഴവിൽ പോലെ സുന്ദരവും വൈരുദ്ധ്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നതും മലയാളികളുടെ പ്രതീക്ഷയുമായി വേൾഡ് മലയാളി കൗൺസിൽ നാൾക്കുനാൾ ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ഞാനും NTVയുടെ പ്രേക്ഷകരും ആശംസിക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 14 ഞായറാഴ്ച രാവിലെ 8:30 ആരംഭിച്ച് 7 മത്സരങ്ങളടങ്ങിയ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ആൾക്കാരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ വെന്യൂ അജ്മാൻ കൾച്ചറൽ സെൻറ്റർ, അജ്മാൻ.